ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസാണ്. ദ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്, സർവവും സൂര്യനാലും. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ, സർവവും സൂര്യനാൽ, സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്. അപ്പം നമുക്കറിയാം ഭൂമിയിലെ പ്രധാന ഊർജ്ജ സ്രോതസ് എന്താണ്? സൂര്യനാണല്ലേ. സൂര്യനാണ് ഭൂമിയിലെ ഓരോ ജീവിയുടെയും നിലനിൽപ്പിന് ബേസിക്കായിട്ട് ആരാണ് സഹായം ചെയ്യുന്നത്? സൂര്യനാണ്. അപ്പോൾ സൂര്യനെക്കുറിച്ചും നമ്മുടെ അന്തരീക്ഷത്തെക്കുറിച്ചും നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ഇൻസൊലേഷൻ? വാട്ട് ഈസ് ഇൻസൊലേഷൻ? സോളാർ എനർജി റീച്ചസ് എർത്ത് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. ദിസ് ഈസ് കോൾഡ് ഇൻസൊലേഷൻ. അപ്പോൾ സോളാർ എനർജി, സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത് ഷോർട്ട് വേവ്സ് രൂപത്തിലാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. സൗരവികിരണം എന്നാണ് മലയാളത്തിൽ പറയുക. ഹ്രസ്വതരംഗങ്ങളായി ഭൂമിയിലെത്തുന്ന സൗരോർജ്ജത്തെയാണ് സൗരവികിരണം എന്ന് പറയുന്നത്. ഇനി ഈ ഭൂമിയിൽ സൂര്യനിൽ നിന്ന് സൗരവികിരണം എവിടെത്തി? ഭൂമിയിലെത്തി. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഈ വേവ്സ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഫോമിലാണ് വരുന്നതെന്നാണ് അടുത്ത ചോദ്യം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ്മോസ്ഫിയർ? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഫസ്റ്റ് മെത്തേഡ് എന്താണ്? കണ്ടക്ഷൻ, പിന്നെ കൺവെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു ദ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ ഹോട്ട് സർഫസ് ഓഫ് ദ എർത്ത്. എർത്തിലെ ചൂടുള്ള ഭാഗങ്ങളിലേക്ക് എത്തുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? കണ്ടക്ഷൻ. ഓക്കെ, കണ്ടക്ഷൻ. ഇനി അടുത്തത് എന്താണ്? കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസസ് അപ്പ്. അതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഹീറ്റഡ് എയർ, ചൂടായ എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് മുകളിലേക്ക് പൊങ്ങിപ്പോകുന്നു, അതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അനദർ മെത്തേഡ് എന്താണ്? അഡ്വെക്ഷൻ. അഡ്വെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ വിൻഡ്, കാറ്റിലേക്കുള്ള ട്രാൻസ്ഫർ, അതിനെയാണ് അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ എന്താണ്? ടെറസ്ട്രിയൽ റേഡിയേഷൻ. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ടു ദ ഫോം ഓഫ് ലോങ് വേവ്സ്. ലോങ് വേവ്സ് രൂപത്തിലുള്ള ആ ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയുന്നത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 4 പ്രോസസ്സാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. എന്തൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. മലയാളത്തിൽ ചോദ്യം എന്താണ്? അന്തരീക്ഷത്തിൽ നടക്കുന്ന താപവ്യാപന പ്രക്രിയകൾ ഏതെല്ലാം? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. താപചാലനം, ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷത്തിലേക്ക് താപം പകരുന്നു. പിന്നെ സംവഹനം എന്ന് പറയുന്നത് ചൂടായ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇനി അടുത്ത അഭിവഹനം എന്ന് പറഞ്ഞാൽ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. ഭൗമവികിരണം എന്ന് പറഞ്ഞാൽ ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരത്തിൽ നിന്ന് ശൂന്യാകാശത്തിലേക്ക് താപം മടങ്ങിപ്പോകുന്നു. അപ്പോൾ 4 തരം പ്രോസസ്സാണ് നമ്മൾ പഠിക്കേണ്ടതുള്ള, അതെല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, അതെന്നാണിത്? അന്തരീക്ഷത്തിൽ നടത്തുന്ന താപവ്യാപന പ്രക്രിയകൾ എന്തെല്ലാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? നമ്മൾ ഇൻസുലേഷൻ എന്നാണെന്ന് പറഞ്ഞു, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞു. ഇവ തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് എന്നാണ് അടുത്ത ചോദ്യം. എന്താണ്? സോളാർ എനർജി റീച്ചസ് എർത്ത് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. ദിസ് ഈസ് കോൾഡ് ഇൻസുലേഷൻ. അപ്പോൾ ഇൻസുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സോളാർ എനർജി ഭൂമിയിലേക്ക് വരുന്ന ഷോർട്ട് വേവ്സിലാണ്, ചെറിയ വേവ്സ് ആയിട്ടാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസുലേഷൻ എന്ന് പറയുന്നത്. It is transferred from the surface of earth to the outer space in the form of long waves. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ്, നീളമുള്ള വേവ്സ് ആയിട്ടാണ് പോകുന്നത്. അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം. ഓക്കെ, ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന 2 വാതകങ്ങൾ ഏതൊക്കെയാണ്? 2 വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും മീത്തേനുമാണ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും മീത്തേനുമാണ് ഭൗമവികിരണത്തെ അബ്സോർബ് ചെയ്യാൻ പറ്റിയ 2 വാതകം, ഗ്യാസസ്. വൈ ഡസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഒക്കർ മോസ്റ്റ്ലി അറ്റ് നൈറ്റ്? എപ്പോഴും ഈ ടെറസ്ട്രിയൽ റേഡിയേഷന് നൈറ്റിലാണ്, രാത്രിയിലാണ് നടക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ഭൗമവികിരണം രാത്രി കാലങ്ങളിലാണ് കൂടുതൽ സംഭവിക്കുന്നത്. എന്തുകൊണ്ട്? ഡ്യൂറിങ് ഡേ ടൈം ദർ ഈസ് നെറ്റ് ഗെയിൻ ഇൻ During daytime there is net gain in energy due to radiation from sun. അപ്പം ഡേ ടൈമിൽ സണ്ണിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. While in the night when sunlight is absent there is net loss in energy. അപ്പോൾ എനർജിയിൽ ലോസ് ആണ് രാത്രി കാലങ്ങളിൽ. കാരണം എന്താണ്? സൂര്യനില്ല, അതുകൊണ്ട് സൂര്യനിൽ നിന്നുള്ള എനർജി നമുക്ക് കിട്ടുന്നില്ല. The earth's crust has limit to absorb an energy. Hence terrestrial radiation occur mostly at night. അതുകൊണ്ടാണ് ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ എപ്പോഴും രാത്രി കാലങ്ങളിൽ നടക്കുന്നത്. പകൽ സമയത്ത് സൗരവികിരണം
വികിരണം മൂലം ഊർജ്ജം ലഭിക്കുന്നു. രാത്രികാലങ്ങളിൽ സൂര്യപ്രകാശം ഇല്ലാത്തതിനാൽ ഊർജ്ജ ലഭ്യത കുറവായിരിക്കും. കൂടാതെ ഭൂമിയുടെ ഉപരിതലത്തിന് ഒരു പരിധി വരെ മാത്രമേ സൗരോർജ്ജം ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഭൗമോപരിതലത്തിൽ നിന്ന് താപം കൂടുതലായി മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഹീറ്റ് ബജറ്റ്. വാട്ട് ഈസ് ഹീറ്റ് ബജറ്റ്? എന്താണ് ഹീറ്റ് ബജറ്റ്? ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് കോൾഡ് ഹീറ്റ് ബജറ്റ്. അപ്പോൾ നമ്മളിവിടെ ഇൻസുലേഷൻ എന്താണെന്ന് പറഞ്ഞു, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇത് തമ്മിലുള്ള ബാലൻസിങ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനത്തെ ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നു. What do you meant by temperature? Which is the instrument used to measure temperature? ഇനി എന്താണ് ടെമ്പറേച്ചർ? ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്നത്? ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നമുക്കറിയാം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ചൂടാണ്. അറ്റ്മോസ്ഫിയറിലുള്ള ആ ചൂടിൻ്റെ അളവിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്നത് ഏതാണ്? തെർമോമീറ്ററാണ്. എന്താണ് താപനില? താപനില അളക്കുന്ന ഉപകരണം എന്ത്? അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയുടെ അളവാണ് താപനില. തെർമോമീറ്ററാണ് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൈ ദ മാക്സിമം ടെമ്പറേച്ചർ ഈസ് ബീയിങ് റെക്കോർഡഡ് അറ്റ് 2 PM? കൂടിയ താപനില ഉച്ചയ്ക്ക് 2 മണിക്കാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ്? Maximum temperature of the atmosphere is felt at about 2 in the afternoon because it takes about 2 hours to heat the atmosphere by the terrestrial radiation. ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് നല്ല ചൂട് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത്. പക്ഷെ ഭൂമി ചൂട് പിടിക്കാൻ ഏകദേശം 2 hours എടുക്കും. അതുകൊണ്ടാണ്, അതായത് 12 മണിക്ക് ഉണ്ടെങ്കിൽ 2 മണിക്കേക്കാണ് ഭൂമിയിലേക്ക് ചൂട് പിടിച്ച് തുടങ്ങുന്നത്. 2 മണിക്കൂർ എടുക്കും ചൂട് പിടിക്കാൻ. അതുകൊണ്ടാണ് നമുക്ക് 12 മണിക്ക് കൂടുതൽ സൗരോർജ്ജം ലഭിക്കുന്നുണ്ടെങ്കിലും ഭൗമവികിരണം മൂലം അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിന് ഏകദേശം 2 മണിക്കൂർ സമയം വേണം. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ? ഓക്കെ, അപ്പോൾ എന്താണ് ദൈനിക താപാന്തരവും ദൈനിക ശരാശരി താപനിലയും തമ്മിലുള്ള വ്യത്യാസം? Okay, the difference between maximum and minimum temperature of a day is called diurnal range of temperature. അപ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ ചൂടും അതേപോലെ തന്നെ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ചൂടും തമ്മിലുള്ള ആ വ്യത്യാസത്തെയാണ് എന്ത് പറയുന്നത്, ഡയറൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതേസമയം ഡെയിലി മീൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡെയിലി മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ. ഒരു ദിവസത്തിൽ ശരാശരി എത്ര ടെമ്പറേച്ചർ കിട്ടി അതിനെയാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതേസമയം ഡയറൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടിയ ടെമ്പറേച്ചറും ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനിയും ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെയാണ്? കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. അതേപോലെ ദൈനിക ശരാശരി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ശരാശരി താപനിലയെ ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നു. അത് നമ്മൾ എങ്ങനെയാണ് നോക്കുക? ദൈനിക ശരാശരി താപനില കാണാൻ കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില ഹരിക്കണം 2 കൊണ്ട് നമ്മൾ ഹരിക്കണം. ആവറേജ് കാണണമെങ്കിൽ എപ്പോഴും നമ്മൾ എന്താണ് 2 കൊണ്ട് ഹരിക്കണം. എന്താണ് സമതാപ രേഖകൾ? വാട്ട് ആർ ഐസോതേർംസ്? ഓക്കെ, സമുദ്രനിരപ്പിൽ ഒരേ അന്തരീക്ഷ താപനിലയുള്ളവയെ വരയ്ക്കുന്ന രേഖകളാണ് സമതാപ രേഖകൾ. ദ ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് ഹാവിങ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആർ കോൾഡ് ഐസോതേർംസ്. അതായത് 2 എണ്ണത്തിന് ഈ ഐസോതേർംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലൈൻസും എന്തായിരിക്കും, 2 പ്ലേസസും എന്തായിരിക്കും, ഒരേ താപനില ആയിരിക്കും, ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും. അങ്ങനെയുള്ള പ്ലേസസിനെ പറയുന്നതാണ് ഐസോതേർംസ്. അതൊരു ഇമാജിനറി ലൈനാണ്. ഇനി അടുത്തത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ? ഇനി നമുക്കറിയാം ടെമ്പറേച്ചർ, ചൂട്. ഈ ചൂട് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല. വയനാട്ടിലും ഇടുക്കിയിലൊക്കെ ചൂട് കൂടുതലാണ്. അതേസമയം കോഴിക്കോട്, തിരുവനന്തപുരം എന്ന സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ചൂട് കൂടുതലാണ്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ 2 സ്ഥലത്തും വ്യത്യസ്ത ടെമ്പറേച്ചർ ആയിരിക്കും. അത് എന്തുകൊണ്ടാണ്? അതിന് ഫസ്റ്റ് പോയിന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. 1 ലാറ്റിറ്റ്യൂഡ്, 2 ആൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ഓഫ് ഓഷൻ, വിൻഡ്. ഈ 4 കാര്യങ്ങളാണ് ഈ ടെമ്പറേച്ചറിനെ കൂടിയും കുറയാനും സഹായിക്കുന്നത്. ലാറ്റിറ്റ്യൂഡ്, ദ റീജിയൻ റിസീവ്സ് മോർ എനർജി ആസ് സൺസ് റേസ് ആർ ഓൾമോസ്റ്റ് വെർട്ടിക്കൽ. ആസ് ലാറ്റിറ്റ്യൂഡ് ഇൻക്രീസസ് ടെമ്പറേച്ചർ ഡിക്രീസസ്. ലാറ്റിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയും. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം. ദ ടെമ്പറേച്ചർ ഈസ് കമ്പാരറ്റീവ്ലി ലോ
ലോവർ അറ്റ് പ്ലേസസ് സിറ്റുവേറ്റഡ് മച്ച് അബോവ് സീ ലെവൽ. അതായത് സീ ലെവലിൽ നിന്നും ഉയർന്നുള്ള പ്രദേശങ്ങൾ എന്താണ്, ടെമ്പറേച്ചർ കുറവായിരിക്കും. ആസ് ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് ടെമ്പറേച്ചർ ഡിക്രീസസ്. ഇനി അടുത്ത നിയർനെസ് ഓഫ് ഓഷൻ. ടെമ്പറേച്ചർ വിൽ ബി ഹയർ അറ്റ് പ്ലേസസ് എവേ ഫ്രം ദ സീ ആൻഡ് ടെമ്പറേച്ചർ റിമെയിൻസ് മോഡറേറ്റ് അറ്റ് പ്ലേസസ് ക്ലോസ് ടു ദ സീ. നമുക്കറിയാം കടലിനോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ കടലിൽ നിന്ന് ദൂരെയായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. പിന്നെ അടുത്തത് കാറ്റ്, വിൻഡ്. ദ വാം വിൻഡ്സ് റേസ് ദ ടെമ്പറേച്ചർ ആൻഡ് കോൾഡ് വിൻഡ്സ് ക്യാൻ ലോവർ ദ ടെമ്പറേച്ചർ. ഈ ചൂടുള്ള കാറ്റ് ടെമ്പറേച്ചർ കൂട്ടും. അതേപോലെ ചൂട് കുറഞ്ഞ നല്ല ശീതക്കാറ്റുകൾ, അതായത് തണുത്ത കാറ്റുകൾ എന്താണ്, ചൂട് കുറയ്ക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതൊക്കെയാണ്, ആൾട്ടിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ഓഫ് ഓഷൻ, വിൻഡ്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഇടുക്കി, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ സമീപ ജില്ലകളായ യഥാക്രമം എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ താപനിലയേക്കാൾ കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ട്? എന്താണ്, വയനാടും ഇടുക്കി ജില്ലകളും സമീപ ജില്ലകളേക്കാൾ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെ സീ ലെവൽ എബോവ് സീ ലെവലാണ്. അതുകൊണ്ടാണ് അവിടെ ചൂട് കുറവ് അനുഭവപ്പെടുന്നത്. ദ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്ഡ് ഇൻ പ്ലേസസ് ലൈക്ക് ഇടുക്കി ആൻഡ് വയനാട് ഈസ് മച്ച് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ നെയ്ബറിംഗ് ഡിസ്ട്രിക്ട് എറണാകുളം ആൻഡ് കോഴിക്കോട് റെസ്പെക്റ്റീവ്ലി. വൈ? ഇടുക്കി ആൻഡ് വയനാട് ആർ പ്ലേസസ് ഹാവിംഗ് എ ഹയർ ആൾട്ടിറ്റ്യൂഡ് ദാൻ ദെയർ നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്സ് ഓഫ് എറണാകുളം ആൻഡ് കോഴിക്കോട്. ഇനി അടുത്തത് ജനറലി കേരള എക്സ്പീരിയൻസ് മോഡറേറ്റ് ടെമ്പറേച്ചർ. വൈ? നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഭയങ്കരമായ ചൂടും അതിഭയങ്കരമായ തണുപ്പൊന്നുമില്ല. ഒരു മോഡറേറ്റ്, അതായത് ഒരു സന്തുലനാവസ്ഥയിലാണ്, ഒരു മിനിമം ലെവലിലാണ് പോകുന്നത്. എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ റിമെയിൻസ് മോഡറേറ്റ് അറ്റ് പ്ലേസസ് ക്ലോസ് ടു ദ സീ. കടലിനോട് അടുത്ത പ്രദേശങ്ങളിൽ ഈ ടെമ്പറേച്ചർ മോഡറേറ്റ് ആയിരിക്കും. ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ അറേബ്യൻ സീ ടു ദ വെസ്റ്റ്, കേരള എക്സ്പീരിയൻസ് മോഡറേറ്റ് ടെമ്പറേച്ചർ. നമുക്കിവിടെ അറബിക്കടൽ അടുത്താണ്, അതുകൊണ്ട് തന്നെ നമുക്കൊരു മോഡറേറ്റ് ടെമ്പറേച്ചറാണ് അനുഭവപ്പെടുന്നത്. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ മധ്യരേഖയ്ക്ക് ഏറെക്കുറെ സമാന്തരങ്ങളാണ്. കാരണം എന്തായിരിക്കാം? ദക്ഷിണാർദ്ധഗോളത്തിൽ കരഭാഗങ്ങളേക്കാൾ സമുദ്രഭാഗങ്ങൾ കൂടുതലാണ്. സമുദ്രഭാഗങ്ങൾ ഏറെക്കുറെ ഒരുപോലെയാണ് ചൂട് പിടിക്കുന്നത്. ഇനി അടുത്തത് എന്താണ് ആർദ്രത സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ജലാംശത്തെയാണ്. ആർദ്രത എന്ന് പറയുന്നത് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ്? താപനിലയും അതേപോലെ സമയവും. ഇനി താഴെ കൊടുത്തിരിക്കുന്നവ എന്തെന്ന് വ്യക്തമാക്കുക. കേവല ആർദ്രത. കേവല ആർദ്രത എന്ന് പറഞ്ഞാൽ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവിനെയാണ് കേവല ആർദ്രത എന്ന് പറയുന്നത്. പൂരിതാവസ്ഥ എന്ന് പറയുന്നത് അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയാണ്. തുഷിതമാകുന്ന അവസ്ഥയാണ് പൂരിതാവസ്ഥ. അടുത്തത് തുഷാരാങ്കം എന്നാൽ എന്ത്? ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെയാണ് തുഷാരാങ്കം എന്ന് പറയുന്നത്. ഇനി ആപേക്ഷിക ആർദ്രത. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിനെയാണ് ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് ഘനീകരണം? ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങൾ എന്തൊക്കെയാണ്? അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തിയതിനു ശേഷവും നീരാവി അന്തരീക്ഷത്തിലെത്തുകയോ താപനില ഗണ്യമായി കുറയുകയോ ചെയ്താൽ നീരാവി വിവിധ രൂപങ്ങൾ കൈവരിക്കുന്നു. ഈ പ്രക്രിയയാണ് ഘനീകരണം. അപ്പം ഘനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നീരാവിയുടെ വിവിധ രൂപങ്ങളാണ് ഘനീകരണം. അതെങ്ങനെയാണ്? ചിലപ്പോൾ നീരാവി അന്തരീക്ഷത്തിലെത്തുകയോ അല്ലെങ്കിൽ താപനില കുറയുകയോ ചെയ്യുമ്പോൾ നീരാവി വേറെ പല രൂപങ്ങളായി മാറുന്നു. അതിനെയാണ് ഘനീകരണം എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഹ്യൂമിഡിറ്റി? ഹീസ് ഹ്യൂമിഡിറ്റി യൂണിഫോം അറ്റ് ഓൾ പ്ലേസസ്. എന്താണ് ഹ്യൂമിഡിറ്റി? ഹ്യൂമിഡിറ്റി എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ? വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ? നോ. ഹ്യൂമിഡിറ്റി വാരീസ് വിത്ത് പ്ലേസ് ആൻഡ് ടൈം. പ്ലേസ് അനുസരിച്ചും അതേപോലെ ടൈം അനുസരിച്ചും ഹ്യൂമിഡിറ്റി വാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആയിരിക്കും. അതേ കാലാവസ്ഥയാണോ ഉച്ചക്ക് ഉണ്ടാവുക? അല്ല. അപ്പോൾ ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ആൻഡ് പ്ലേസ്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് വേർഡ്സ്. ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ദ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഇനി സാച്ചുറേഷൻ ലെവൽ. ദ സ്റ്റേജ് അറ്റ് വിച്ച് അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ ഈസ് ടേംഡ് ആസ് എ സാച്ചുറേഷൻ ലെവൽ. അതിനെയാണ് സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡ്യൂ പോയിന്റ്. ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ് ഈസ് കോൾഡ് ഡ്യൂ പോയിന്റ്. ഈ കണ്ടൻസേഷൻ ആരംഭിക്കാനുള്ള ആ ഒരു ടെമ്പറേച്ചറിനെയാണ് ഡ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. നേരത്തെ നമ്മൾ ആപേക്ഷിക ആർദ്രത എന്ന് പറഞ്ഞത് എന്താണ്? ദ റേഷ്യോ ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ
and the total water holding capacity of the atmosphere at a temperature is called relative humidity. Okay. ഇനി അടുത്തത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണാനുള്ള ഫോർമുല ആണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈക്വൽ ടു ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇൻറ്റു 100 ആണ്. ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഇതിൻ്റെ താഴെ ഒരു സാധനം ഉണ്ട്, ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതിനെ കണ്ടിട്ടാണ് നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടത്. ഇനി അടുത്തത് നെയിം ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. എന്താണ്? വെറ്റ് ആൻഡ് ഡ്രൈവ് ബൾബ് തെർമോമീറ്റർ. അതാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ്. എന്താണ്? വെറ്റ് ആൻഡ് ഡ്രൈവ് ബൾബ് തെർമോമീറ്റർ. ഇനി നമ്മൾ അടുത്തത് എന്താണ് പഠിക്കാൻ പോകുന്നത്? ക്ലൗഡ്സിനെ പറ്റിയിട്ടാണ്. ക്ലൗഡ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ അറൗണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇനി ക്ലൗഡ്സ് പലവിധമുണ്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിറസ് ക്ലൗഡ്സ്, അതേപോലെ സ്ട്രാറ്റസ് ക്ലൗഡ്സ്, ക്യുമുലസ് ക്ലൗഡ്സ്, നിംബസ് ക്ലൗഡ്സ്. ഓക്കെ, അത്രയാണുള്ളത്. അപ്പോൾ ഇതിൽ സിറസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത് ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ ഇൻ ക്ലിയർ വെതർ കണ്ടീഷൻ. അതിവിടെ എഴുതിയിട്ടില്ല. ഫസ്റ്റ് വൺ എന്താണ്? സിറസ് ക്ലൗഡ്സ്. അതിനെയാണ് ഫെദർ ലൈക്ക് ക്ലൗഡ്സ് എന്ന് പറയുന്നത്, ഫെദർ ലൈക്ക് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്ട്രാറ്റസ് ക്ലൗഡ്സ്. ദീസ് അപ്പിയർ ഇൻ ദ തിക്ക് ലെയേഴ്സ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ സ്കൈയിൻ്റെ ലോവർ പാർട്ടിൽ കാണുന്നതാണ് എന്ത്? സ്ട്രാറ്റസ് ക്ലൗഡ്സ്. ഇനി അടുത്ത ക്യുമുലസ് ക്ലൗഡ്സ്. ദീസ് ക്ലൗഡ്സ് റിസംബിൾ ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസ് ആൻഡ് ആർ ഫോംഡ് ഡ്യൂ ടു ദ സ്ട്രോങ് കൺവെൻഷൻ കറൻസ്. ദേ ഹാവ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെൻസ്. അടുത്തത് നിംബസ് ക്ലൗഡ്സ്. ദീസ് ആർ ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. റെയിൻ ക്ലൗഡ്സ് ആണ് എന്ത്? നിംബസ് ക്ലൗഡ്സ്. ദീസ് ക്ലൗഡ്സ് അപ്പിയർ dark as it does not allow sunlight to pass through due to thick concentration of water droplets. അപ്പോൾ ഇത് ഭയങ്കര ഡാർക്കായിരിക്കും, ഇത് സൺലൈറ്റിനെ കടത്തിവിടാൻ അനുവദിക്കുന്നില്ല ഈ നിംബസ് ക്ലൗഡ്സ്. അപ്പോൾ ആദ്യത്തെ സിറസ് ക്ലൗഡ്സ്, ദാറ്റ് ഈസ് ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ആണ്. പിന്നെ സ്ട്രാറ്റസ് ആണ്, പിന്നെ ക്യുമുലസ്, പിന്നെ നിംബസ്. വിച്ച് ആർ ദ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ബേസ്ഡ് ഓൺ ആൾട്ടിറ്റ്യൂഡ്. ഇനി ആൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഹൈ ക്ലൗഡ്സ് എന്ന് പറയുന്നത് 20,000 to 40,000 ഫീറ്റ് വരെ നമുക്ക് എന്ത് പറയാം? ഹൈ ക്ലൗഡ്സ് എന്ന് പറയാം. മീഡിയം ക്ലൗഡ്സ് എന്ന് പറയുന്നത് 7,000 to 20,000 ഫീറ്റ്. ലോ ക്ലൗഡ്സ് എന്ന് പറയുന്നത് ബിലോ 7,000 ഫീറ്റ്. ഇനി ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് എക്സ്റ്റെൻസ് എന്ന് പറയുന്നത് എന്താണ്? 2,000 to 30,000. ഇങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഹൈ ക്ലൗഡ്സ്, മീഡിയം ക്ലൗഡ്സ്, ലോ ക്ലൗഡ്സ്, ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻസ്. ഇനി അടുത്തൊരു പോയിൻ്റാണ് പ്രസിപ്പിറ്റേഷൻ. Okay, what is precipitation? What are the different forms of precipitation? Continuous condensation causes the droplets in the clouds to grow in size. Being unable to resist the gravitational force of the earth, water droplets get released from the clouds and fall on the earth in different forms. This process is called precipitation. അപ്പോൾ എന്താണ് പ്രസിപ്പിറ്റേഷൻ? നേരത്തെ കണ്ടൻസേഷൻ പറഞ്ഞു. കണ്ടൻസേഷനിൽ ഈ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ വലിയ സൈസ് ആകുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ക്ലൗഡിൽ നിന്ന് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിലീസായിട്ട് ഭൂമിയിലേക്ക് വീഴുകയാണ്. അത് പല ഫോംസിലായിരിക്കും. ഒന്നാമത്തെ നമുക്കറിയാം റെയിൻഫോൾ, മഴ. പിന്നെ രണ്ടാമത്തെ സ്നോഫാൾ, മഞ്ഞുവീഴ്ച. പിന്നെ ഹെയിൽ സ്റ്റോൺസ്, ആലിപ്പഴം. ഇത്രയും കാര്യങ്ങളായിട്ടാണ് അത് വീഴുന്നത്. ഡിഫറൻസ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയാണ്? റെയിൻഫോൾ, സ്നോഫോൾ, ഹെയിൽ സ്റ്റോൺസ്. അപ്പോൾ കോമൺ മാനിഫെസ്റ്റേഷൻ ഓഫ് പ്രസിപ്പിറ്റേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ ഡ്രോപ്സ്. അപ്പോൾ റെയിൻഫോൾ നമുക്കറിയാം മഴത്തുള്ളികളായിട്ട്, വെള്ളത്തുള്ളികളായിട്ട് ഭൂമിയിൽ പതിക്കുന്നതിനെയാണ് നമ്മൾ റെയിൻഫോൾ എന്ന് പറയുന്നത്. സ്നോഫോൾ എന്ന് പറഞ്ഞിട്ട് വെൻ ദ ടെമ്പറേച്ചർ ഫോൾസ് ബിലോ 0 degree Celsius, precipitation reaches the earth in the form of tiny crystals of ice. അപ്പം ബിലോ 0 degree Celsius വെച്ചാൽ ഒരു ഐസിൻ്റെ ക്രിസ്റ്റൽ രൂപത്തിലാണ് ഭൂമിയിലേക്ക് പതിക്കുക. ഇനി അടുത്ത ഹെയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ happens to pass through cold layers of the atmosphere. They may reach in the form of ice pellets ആയിട്ട്. അപ്പോൾ ഐസ് പെല്ലറ്റ് ആയിട്ട് വീഴുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹെയിൽ സ്റ്റോൺ എന്ന് പറയാം. വാട്ടർ ഡ്രോപ്സ് ആയിട്ട് വീഴുന്നതിനെ റെയിൻഫോൾ എന്ന് പറയുന്നു. ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ് ആയിട്ട് വീഴുന്നതിനെ സ്നോഫോൾ എന്ന് പറയുന്നു. അതേപോലെ ഐസ് പെല്ലറ്റ്സ് ആയിട്ട് വീഴുന്നതിനെ ഹെയിൽ സ്റ്റോൺ എന്ന് പറയുന്നു. ഇനി എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻഫോൾ ബേസ്ഡ് ഫോർ ദെയർ ഫോർമേഷൻ. ഇനി ഫോർമേഷൻ അനുസരിച്ച് റെയിനിനെ 3 തിരിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? ഓറോഗ്രാഫിക് റെയിൻഫാൾ ഓർ റിലീഫ് റെയിൻഫാൾ. ആദ്യത്തേത് എന്താണ് ക്ലാസിഫിക്കേഷൻ? ഓറോഗ്രാഫിക് റെയിൻഫാൾ ഓർ റിലീഫ് റെയിൻഫാൾ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? മോയ്സ്ചർ ലേഡൻ വിൻഡ് ഫ്രം ദ സീ
enters the land and moves upward along the mountain slopes where it gets cooled and condensed to form clouds. When the windward sides of the mountain receive heavy rainfall, the lower sides do not receive rainfall due to the descending dry air. ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി. കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും പർവ്വത ചെരുവിലൂടെ ഉയർന്ന് തണുത്ത് ഘനീഭവിച്ച് മേഘരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടെ മഴ ലഭിക്കുന്നില്ല. ഇത്തരം മഴയെയാണ് പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അത് പർവ്വത ചെരുവിലൂടെ തണുത്തിട്ട് എന്ത് സംഭവിക്കുന്നു? മേഘങ്ങളായി മാറുകയാണ്. അപ്പോൾ പർവ്വതങ്ങളുടെ വശങ്ങളിൽ, മൗണ്ടൻസിൻ്റെ വശങ്ങളിൽ എന്തായിരിക്കും? മഴ ലഭിക്കും. അതേസമയം അഭിമുഖമായിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ളതിന് മഴ ലഭിക്കുന്നില്ല. ഇതിനെയാണ് പർവ്വതവൃഷ്ടി അഥവാ ഓറോഗ്രാഫിക് റെയിൻ എന്ന് പറയുന്നത്. അടുത്തത് കൺവെൻഷണൽ റെയിൻ. അതിന് മലയാളത്തിൽ പറയുന്ന സംവഹന മഴ എന്നാണ്. അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച് ക്യുമുലസ് മേഘങ്ങൾ രൂപപ്പെടുകയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. സാധാരണ ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന മഴ, അതിനെയാണ് നമ്മൾ സംവഹന മഴ എന്ന് പറയുന്നത്. ഇനി അടുത്തത് തീരദേശ മഴ അഥവാ ബോർഡർ റെയിൻ. കരയ്ക്കും കടലിനും മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യസ്തമാകുമ്പോൾ കടലിൽ നിന്നുള്ള വായു തീരദേശത്തിൽ നിന്ന് കരയിലേക്ക് എത്തുന്നു. ഇതിനെയാണ് നമ്മൾ തീരദേശ മഴ എന്ന് പറയുന്നത്. ഓക്കെ. കൺവെൻഷണൽ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ കുമുലസ് ക്ലൗഡ്സ് ആർ ഫോംഡ് ബൈ ദ കൂളിംഗ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് റൈസിംഗ് വാം എയർ. റെയിൻഫോൾ ഒക്കേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റിംഗ്. ദിസ് റെയിൻ മോസ്റ്റ്ലി ഒക്കറിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ ഡസ് നോട്ട് ലാസ്റ്റ് ലോങ്. ഇനി അടുത്ത ബോർഡർ റെയിൻ ആണ്. ദർ ഈസ് ഓൾവേസ് ഡിഫറൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഓവർ ലാൻഡ് ആൻഡ് സീ. ഇപ്പോൾ ലാൻഡ് ആൻഡ് സീക്ക് എപ്പോഴും ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാകും. കാരണം എന്താണ്? ലാൻഡിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, സീയിൽ ടെമ്പറേച്ചർ കുറവാണ്. ഇഫ് ദ എയർ ഓവർ ദ സീ കംസ് ഇൻ contact with the air over the land in the coastal region, the warm air will be pushed upwards causing cloud formation and rainfall. ഇങ്ങനെ ഉണ്ടാകുന്ന മഴയ്ക്കാണ് എന്ത് പറയുന്നത്? ബോർഡർ റെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാട്ട് ഡു യു മെൻറ്റ് ബൈ റെയിൻ ഷാഡോ റീജിയൻ? മഴ നിഴൽ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്ലേസസ് സിറ്റുവേറ്റഡ് ഇൻ ദ ലോവർ സൈഡ് ഓഫ് ദ മൗണ്ടൻസ് ദാറ്റ് ഡു നോട്ട് റിസീവ് എനി റെയിൻഫോൾ ആർ റെഫേർഡ് ടു ആസ് റെയിൻ ഷാഡോ റീജിയൻസ്. അപ്പോൾ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ വശങ്ങൾ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്ത പ്രദേശങ്ങളെയുമാണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറ് മൺസൂൺ ലഭിക്കുമ്പോൾ തമിഴ്നാടിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഇത് ലഭിക്കാറില്ല. എന്തുകൊണ്ട്? തമിഴ്നാട് മഴനിഴൽ പ്രദേശത്താണ് നിലനിൽക്കുന്നത്, അതുകൊണ്ടാണ് മഴ ലഭിക്കാത്തത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ലെറ്റർ സക്സസിലുള്ള ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം താങ്ക് യു.